കോഹിനൂർ ഒരു 80കളിലെ സിനിമ എന്ന് പറയാവുന്ന മൂഡുള്ളൊരു സിനിമയാണ്. പീരിയഡ് ഫിലിം എന്ന് പറയാം. കാരണം 88 ഈ സിനിമ നടക്കുന്ന കാലഘട്ടം. ഇതിൽ ഞാൻ, അജു വർഗീസ്, ഇന്ദ്രജിത്ത്, ചെമ്പൻ വിനോദ്, വിനയ് ഫോർട്ട്, അപർണ വിനോദാണ് ഇതിലെ ഹീറോയിൻ, സുധീർ കരമന, റിസവ, അങ്ങനെ അത്യാവശ്യം നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ളൊരു സിനിമയാണ്. ഇത് എൻ്റെ 3 സുഹൃത്തുക്കൾ, ഞാൻ ഉൾപ്പെടെ 3 സുഹൃത്തുക്കൾ ചേർന്ന് നിർമ്മിക്കുന്ന ആദ്യത്തെ സിനിമയാണ്. ആഡംസ് വേൾഡ് ഓഫ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനി, എൻ്റെ മോൻ്റെ പേരിലാണ് കമ്പനി. അങ്ങനെ ഒരു ആദ്യത്തെ സംരംഭമാണ് ഇത്. ഞാൻ ഒരു ഫൺ അല്ലെങ്കിൽ ഒരു പക്ക കൊമേഴ്ഷ്യൽ എന്നൊക്കെ ലേബിൾ ചെയ്യാവുന്ന രീതിയിലുള്ളൊരു സിനിമയാണ്. 80കളിലെ സിനിമയെ പറ്റി, പൊതുവെ പഴയ കാലഘട്ടത്തിലെ സിനിമയെ പറ്റി നമ്മളെപ്പോഴും പറയും തിയേറ്ററിൽ പോയി കാണാൻ അന്നത്തെ സിനിമകൾ പറ്റുമായിരുന്നു, കുടുംബമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഞാൻ ആ ഒരു കാര്യം ഗ്യാരണ്ടി തരാം. ഇതും അത്തരത്തിലുള്ളൊരു സിനിമയാണ്. തീർച്ചയായിട്ടും കുടുംബം നമ്മുടെ എല്ലാവരുമായി തിയേറ്ററിൽ പോയി ധൈര്യമായിട്ട് കാണാവുന്ന ഒരു സിനിമയാണ്. അതാണ് കോഹിനൂറിനെ പറ്റി എനിക്ക് പറയാം. കോഹിനൂർ ആസിഫ് അലിയും ബ്രിജീഷ് മുഹമ്മദും സജിൻ ജാഫറും ചേർന്ന് നിർമ്മിക്കുന്ന കോഹിനൂർ ഇത് സംവിധാനം ചെയ്തേക്കുന്ന വിനയ് ഗോവിന്ദാണ്. കിളിബോയ് എന്ന സിനിമയ്ക്ക് ശേഷമാണ് വിനയും ഞാനും ആസിഫും കൂടി ഒരു സിനിമയ്ക്ക് വേണ്ടി അസോസിയേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കോഹിനൂർ വളരെ സ്പെഷ്യലാണ്. എൻ്റെ മലർവാടി, തത്വം, ഓം ശാന്തി, സെൽഫി, കുഞ്ഞിരാമായണം, വെള്ളിമും അതുപോലൊക്കെ തന്നെ എൻ്റെ മനസ്സിനോട് ഞാൻ ചേർത്ത് വെക്കുന്ന ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ നിന്ന് സംഭവിച്ച ഒരു സിനിമയാണ് കോഹിനൂർ. ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് സലിലും രഞ്ജിത്തുമാണ്. ഞങ്ങളുടെ സലിൽ ബ്രോയും രഞ്ജിത്ത് ബ്രോയും രണ്ടുപേരും ഇൻഫോസിസിലെ ജോലികൾ, അമേരിക്കയിലെ ജോലി രാജിവെച്ചു സിനിമയുടെ പിന്നിൽ, അവരുടെ പാഷൻ്റെ പിന്നിൽ സഞ്ചരിച്ച് ഫൈനലി അവരുടെ ഡ്രീമാണ് ഈ കാണുന്ന കോഹിനൂർ. ഇതേപോലൊരു ഡ്രീമിനാണ് നമുക്കൊക്കെ ആദ്യത്തെ സിനിമ സംഭവിക്കുന്നത്. അതുപോലെ ഇന്നൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ആഗം വഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സോങ് റിലീസ് ചെയ്തു. വിജയ് യേശുദാസ് പാടി, രാഹുൽ രാജ് മ്യൂസിക്, ഹേമന്തം എന്ന സോങ്. അത് നന്നായി പോകുന്നുണ്ട്. അടുത്ത സോങ് ഉടനെ വരുന്നതായിരിക്കും. അത് നല്ലതാണെങ്കിൽ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക. സിനിമ ഈ വരുന്ന വലിയ പെരുന്നാൾ നിങ്ങളുടെ മുന്നിൽ തിയേറ്ററിൽ എത്തുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാ തൂഫാനാക്കല്ലേ? ഇതൊക്കെ ഒറിജിനലാണോടോ? ഞാൻ അവളെ പ്രേമിക്കൊന്നും അല്ല, പ്രേമിക്കുന്ന പോലെ അഭിനയിക്കും. ആണോ? കോഹിനൂർ ആഡംസ് വേൾഡ് ഓഫ് ഇമാജിനേഷൻ്റെ ആദ്യത്തെ വെഞ്ചറാണ് കോഹിനൂർ. ആസിഫ് അലി, സജിൻ ജാഫർ, ബ്രിജേഷ്, ഇവർ 3 പേരും കൂടിയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. വിനയ് ഗോവിന്ദാണ് ഇതിൻ്റെ ഡയറക്ടർ. എൻ്റെ ആദ്യത്തെ കമേഴ്ഷ്യൽ മൂവിയാണ്. വളരെ സന്തോഷമുണ്ട് ആസിഫ് അലിയുടെ കൂടെ തന്നെ പെയർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ സോങ്സിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. വിജയ് യേശുദാസും വിനീത് ശ്രീനിവാസനാണ് ഇതിൻ്റെ സോങ്സ് ചെയ്തേക്കുന്നത്. ഈ ഒരു പണി സംഭവം കേൾക്കാനൊക്കെ രസമുണ്ട്. ഇത് നടക്കണം. He made us run for our lives. I'll make him run for his money. നീ എന്ത് കണ്ടിട്ടാണ് ഈ മണ്ടനെ പോലെ തിരിച്ചോണ്ടിരിക്കുന്നത്? നിനക്കൊരു മനസ്സിലാവണ്ട. പിന്നെ എല്ലാരും മനസ്സിലാക്കിയിട്ടല്ലേ കാണണം. ഇതൊക്കെ അങ്ങോട്ട് കാണണം, അല്ലാണ്ട് പിന്നെ